ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നോക്കാൻ പോകുന്നത് ഇക്കഴിഞ്ഞ ദിവസം നടന്ന UP സ്കൂൾ ടീച്ചറുടെ എക്സാമില് മാത്സ് ആൻഡ് മെന്റലിറ്റി ഭാഗത്തു നിന്ന് ചോദിച്ച 15 ചോദ്യങ്ങൾ അവിടെ ഉത്തരങ്ങളാണ്. അപ്പൊ പരീക്ഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു. ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ മാത്രമേ ഇത്തിരി ഉദ്യോഗാർത്ഥികളെ കുഴപ്പിച്ചതായിട്ടുള്ളൂ. ബാക്കിയൊക്കെ ചോദ്യങ്ങൾ കൂടുതലും മുൻവർഷ ചോദ്യങ്ങളിൽ നിന്നുള്ളതും അത് പഴയ LP UP പരീക്ഷകളുണ്ടല്ലോ, അതിൽ നിന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ ഒരെണ്ണം എന്തുകൊണ്ടായിരുന്നു തോന്നുന്നു. ഓക്കെ, പിന്നെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ മുൻവർഷ ചോദ്യങ്ങൾ തന്നെയായിരുന്നു. പിന്നെ മുമ്പ് ചോദിച്ച അതേ മോഡലുള്ള വേറെ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പൊതുവെ പരീക്ഷ മാത്സിന്റെ ഭാഗത്തുനിന്ന് എളുപ്പമായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം 2/3 ഇൻറ്റു 5/4 വില എത്ര എന്നാണ്. 2/3 ഇൻറ്റു 5/4 വില. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് രീതി ചെയ്യാം. ഓക്കെ, ആദ്യം ഇപ്പോ 2/3 ഇൻറ്റു 5/4 എന്ന് പറയുമ്പോ ഞാനിപ്പോ 2/3 ഇൻറ്റു 5/4 നമുക്ക് എന്ത് ചെയ്യണം, 5/3 ഇൻറ്റു 5 എന്ന് കൊടുത്തു ഞാൻ. ഓക്കെ ആണോ? 5/4 5/3 ഇൻറ്റു 5 എന്ന് എഴുതി. ഓക്കെ, ഇതില് 2/3 5/3 ഉണ്ടല്ലോ, ഇതിന് ഞാൻ ഇപ്പൊ ഒരുമിച്ച് അതായത് 2 ഇൻറ്റു 5 റൈസ് ടു 3 എന്ന് എഴുതി. അതായത് A⁻m ഇൻറ്റു B⁻m ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, എയും ബി ഒരുമിച്ച് A ഇൻറ്റു ബി എഴുതിയിട്ട് ദ ഹോൾ റൈസ് ടു m എന്ന് എഴുതാം. ഓക്കെ ആണോ? ഇൻറ്റു 5 ഒന്നുകിൽ ഇങ്ങനെ ഓർമ്മിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഇവിടെ ഇപ്പോ ഇപ്പം 2ന്റെയും 5ന്റെയും പവർ ഗുണിക്കാനായിട്ട് വരുമ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, 2ന്റെയും 5ന്റെയും പവർ ഗുണിക്കാനായിട്ട് വരുമ്പോ ഇവിടെ ഇപ്പോ 2 3 പ്രാവശ്യം ഉണ്ട്, 5 3 പ്രാവശ്യം ഉണ്ട് ഇല്ലേ? 2 3 പ്രാവശ്യം ഉണ്ട്, 5 3 പ്രാവശ്യം ഉണ്ട് ആണല്ലോ. അപ്പൊ ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയില് ഒന്നും എത്ര പൂജ്യം കാണും? 3 പൂജ്യം കാണും കേട്ടോ. 2ന്റെയും 5ന്റെയും പവർ തുല്യമാണെങ്കിൽ കേട്ടല്ലോ, ഇവിടെ 2 3 പ്രാവശ്യം ഉണ്ട്, 5 3 പ്രാവശ്യം ഉണ്ട് ആണല്ലോ. ഗുണിക്കുമ്പോൾ എത്ര വരും? ഒന്നും എത്ര പ്രാവശ്യം വരുന്നു അത്രയും പൂജ്യം വരും. ഇപ്പൊ 2/4 ഇൻറ്റു 5/4 എങ്കിൽ എത്ര? ഒന്നും 4 പൂജ്യം വരും. ഓക്കെ, അന്ന് ഓർമ്മിച്ചിരിക്കുക പറഞ്ഞല്ലോ. മുമ്പ് ചില പരീക്ഷയ്ക്ക് ഇതേ മോഡൽ കയറി വന്നായിരുന്നു കേട്ടല്ലോ. ഓക്കെ, അപ്പോൾ 1000 ഒന്ന് കിട്ടും ആണല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 ഇൻറ്റു 5 10 അല്ലേ? 10 ആണല്ലോ. 10/3 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1000 കിട്ടും. എങ്ങനെയാണോ ചെയ്യാം. 1000 ഇൻറ്റു 5 എത്ര കിട്ടൂടാ? 5000. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ 2/3 ഇൻറ്റു 5/4 ആണല്ലോ. 2ന്റെ ക്യൂബ് നോക്കുക. 2ന്റെ ക്യൂബ് എത്ര? 8 ഇൻറ്റു 5/4 നോക്കുക. 5/4 എന്ന് 5ന്റെ ക്യൂബ് എത്രയാണ്? 125 ആണ്. വീണ്ടും 5 കൊണ്ട് ഇൻറ്റു ചെയ്യുക, 625 കിട്ടേ. 625. ഓക്കെ, തമ്മിൽ ഗുണിച്ചാലും എന്ത് കിട്ടും? നമുക്ക് ആൻസർ കിട്ടും കേട്ടല്ലോ. ഇത് പെട്ടെന്ന് ഇങ്ങനെ എന്തോ പെട്ടെന്ന് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ മിക്കവരും ചെയ്തിട്ടുണ്ടാവുക ഈ ഒരു മെത്തേഡിലായിരിക്കും. അപ്പൊ 2ന്റെ ക്യൂബ് കൊണ്ട് അടിക്കുക, 5/4 കൊണ്ട് അടിക്കുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, ചെയ്യാൻ പറ്റുന്ന ചോദ്യം തന്നെയായിരുന്നു. ഓക്കെ, അപ്പോ ഈ ഒരു മെത്തേഡ് നോക്കി വെച്ചിരിക്കുക കേട്ടല്ലോ. SCRT ബന്ധപ്പെട്ട് വരുന്നതാണ്, നോക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം 4/20 പ്ലസ് 8/200 പ്ലസ് 32/2000. ഇത് ഡിവൈഡ് ചെയ്ത് ചെയ്യാൻ നിന്ന മെനക്കേടാണ്. ഓക്കെ, അതുകൊണ്ട് ഇടവേള നോക്ക്. 4/20 നമുക്ക് ഛേദത്തില് ഇപ്പൊ 10 100 1000 കൊണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നോക്കുക. നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ദശാംശ സ്ഥാനം കണ്ടുപിടിക്കാൻ പറ്റും. അത് ഛേദത്തില് ഡിനോമിനേറ്ററിൽ 10 100 1000 10000 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ അംശത്തിലുള്ള സംഖ്യ എടുത്തിട്ട് താഴെ എത്ര പൂജ്യം ഉണ്ടോ അത്രയും സ്ഥാനം മാറ്റി പോയിന്റ് കൊടുത്താൽ മതി. ഓക്കെ, എന്തോടാ ഇപ്പോ 12/100 എന്ന് വിചാരിച്ചു. നമുക്ക് എന്ത് ചെയ്യാം, ആ 12 എഴുതിയിട്ട് /100 അല്ലേ, 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കാം ഇതുപോലെ. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്ററില് ഛേദത്തില് 10 100 1000 ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് എളുപ്പത്തിൽ ആ ഒരു സംഖ്യയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം, 20 ഞാൻ 5 കൊണ്ട് ഗുണിക്കുകയാണ്. 5 കൊണ്ട് ഗുണിച്ച് 4 ഇൻറ്റു 5 എത്ര? 20 ബൈ 20 ഇൻറ്റു 5 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 100 എന്ന് കിട്ടും. 100. ഓക്കെ ആണോ? ഇനി 2 സ്ഥാനം മാറ്റുക, 20 എഴുതി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാ, ബൈ 100 അല്ലേ ആണല്ലോ. ഇപ്പൊ 2 സ്ഥാനം മാറ്റണം, ഇവിടെ വരും പോയിന്റ് കേട്ടോ. 0.20 വരും, അല്ലെങ്കിൽ 0.2 വരും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പോ 20/100 അല്ലേ, അവിടത്തെ എന്ത് ചെയ്യുക, ഈ ഒരു പൂജ്യവും എന്ത് ചെയ്യുക
0 ക്യാൻസൽ ചെയ്യാം. അപ്പൊ 2/10 കിട്ടുമല്ലോ. അപ്പൊ 2 എഴുതിയിട്ട് 10 ഒരു 0 മാറ്റി പോയിന്റ് കൊടുത്തിട്ടുണ്ടാവും. 0.2 കിട്ടും. അപ്പൊ ഒന്നുകിൽ 0.20 വരാം, അല്ലെങ്കിൽ 0.2 വരാം, എന്തോണം വരാം. ക്ലിയർ ആണോ? അടുത്തെന്ത് ചെയ്യാ? 8/200. അവിടെയും എന്ത് ചെയ്യാ? 5 കൊണ്ട് ഗുണിച്ച് അവിടെ മേലും എന്ത് ചെയ്യാം? 8 5 40. 40 താഴെത്ര വരും? 2 × 5 10. ബാക്കി 2 0 കൊടുത്തു. അവിടെ 0 5 വെട്ടി. 4/100 ചെയ്യുമ്പോൾ എത്ര ഇടാം? 4 എഴുതി. 100 2 0 ഉണ്ടല്ലോ. അപ്പൊ 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കണം. അപ്പൊ 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കാനായിട്ട് ഇവിടെ 1 സ്ഥാനമുണ്ട്. അതിന് അടുത്തതിന് എന്ത് ചെയ്യാം? 0 കൊടുത്ത് പോയിന്റ് കൊടുക്കുക. 0.04 കിട്ടും. അടുത്ത് 32 അല്ലേ? അവിടെ എന്ത് ചെയ്യാം? 32/2000. അവിടെ 5 കൊണ്ട് ഇൻറ്റു ചെയ്യുക, മേലും ഇൻറ്റു ചെയ്ത്. 5 2 10, 1 ശിഷ്ടം 5 3 15 16. 160/1 0 10 എഴുതി. അതായത് ഈ 2 × 5 ചെയ്യുമ്പോൾ 10 കിട്ടും ആണല്ലോ. ബാക്കിയുള്ള ഈ 3 0 അടുത്ത് കൊടുക്കുക. മേലുന്നായ ഒരു 0 ക്യാൻസൽ ചെയ്ത് ബാക്കി 16 എഴുതി. ഇനി എന്ത് ചെയ്യടാ? താഴെ 3 സ്ഥാനമല്ലേ? 3 0 ഉണ്ടല്ലോ. അപ്പൊ 3 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കണം. അതിനുവേണ്ടി 1 സ്ഥാനം 2 സ്ഥാനം മൂന്നാമത്തിന്റെ 0 കൊടുത്ത് പോയിന്റ് കൊടുത്തു. കേട്ടല്ലോ. ഇനി എല്ലാടോ പ്ലസ് ചെയ്യാം. 0.2 എഴുതി. അടുത്ത 0.04 എഴുതി. അടുത്ത 0.016. കണ്ടോ? ദശാംശ സംഖ്യ എഴുതുമ്പോൾ ആ പോയിന്റ് ഒരേ നേർക്കേനെ കൊടുക്കുക. പറഞ്ഞിട്ടല്ലോ. ഓക്കെ, കൂട്ടാനും കുറയ്ക്കാൻ വരുമ്പോൾ ഓർമ്മിച്ചു വേണം. പോയിന്റ് എന്ത് ചെയ്യുക? ഇപ്പം ഒരേ നേർരേഖ തന്നെ കൊടുക്കുക. കേട്ടല്ലോ. ഓക്കെ, ഇനി പ്ലസ് ചെയ്യാം. വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക? മിച്ചമുള്ളെല്ലാം 0 കിട്ടി കൊടുത്താൽ കേട്ടോ. പ്ലസ് ചെയ്യുമ്പോൾ 6 4 1 5 2 0.256 കിട്ടും. ഓക്കെ, ഓപ്ഷൻ സി കിട്ടുമല്ലോ. ഓക്കെ, അപ്പോ അല്ല ഡിവൈഡ് ചെയ്യാൻ മെനക്കേടാണ്. പറഞ്ഞിട്ടല്ലോ. ഓക്കെ, മെനക്കേടാണ്. അതിനെക്കാട്ടി എന്ത് ചെയ്യാം? ഇതുപോലെ ചെയ്യാം. ഓക്കെ, 47 സി. ഓക്കെ, അടുത്ത ചോദ്യം. വർക്ക് ആൻഡ് ടൈമിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതായത് PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉറപ്പായിട്ടും ഒരിക്കലെങ്കിലും പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. ഒരു ജോലി ചെയ്ത് തീർക്കാൻ ബാലു തനിച്ച് ചെയ്താൽ 10 ദിവസവും രാമുവിന് 15 ദിവസവും വേണം. അങ്ങനെയാണെങ്കിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് തീർക്കുന്നതാണ് അല്ലോ. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ, ഒന്നുകിൽ LCM വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇക്വേഷൻ വെച്ച് ചെയ്യാം. ഇപ്പൊ ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിലോ AB/A+B, ഒറ്റ സ്റ്റെപ്പില് AB/A+B ആണല്ലോ. അപ്പൊ 10 × 15/10+15. 10 × 15 ചെയ്യുമ്പോൾ 150/10 എത്ര? 25. ബാക്കിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 എന്ന് കിട്ടും. 6. ഇത് എന്ത് ചെയ്യാ? നമ്മൾ ഇക്വേഷൻ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ LCM വെച്ച് ചെയ്യാം. LCM വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാ? 10 മറ്റെത്ര? 15 അല്ലോ. ഈ രണ്ടിന്റെ എന്ത് കണ്ടുപിടിക്കുക? LCM കണ്ടുപിടിക്കുക. LCM 10 15ന്റെ LCM കണ്ടുപിടിക്കുക. 5 വെച്ച് ചെയ്യാലോ. 10ൽ 2 പ്രാവശ്യം, 15ൽ 3 പ്രാവശ്യം. ഇനി പോവില്ല, എല്ലാം കൂടെ ഇൻറ്റു ചെയ്യാം. 5 2 10, 10 × 3 എത്ര? 30 എന്ന് വരും. 30. LCM 30 കിട്ടി ആണല്ലോ. ഇനി ഇവിടെ എന്ത് ചെയ്യാം? 30നെ 10 കൊണ്ട് ഭാഗിക്കുമ്പോൾ എത്ര കിട്ടുടാ? 3 കിട്ടും. ഇവിടെ ആണെങ്കിലോ 2 കിട്ടും. ഓക്കെ, ഇനി ഇവർ രണ്ടുപേരും ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കുന്നതാണ് അല്ലോ. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പോൾ 30 ആണ്. 30 ജസ്റ്റ് എന്ത് ചെയ്യാൽ മതി? രണ്ടുപേരുടെയും എഫിഷ്യൻസി എത്ര? 3 2 അല്ലേ? 3 + 2. അപ്പൊ 30 എത്ര ആയിട്ടോടാ? 5 നീട്ടും 6. ഓക്കെ, എളുപ്പമല്ലേ? മിക്കവാറും കിട്ടിയിട്ടുണ്ടാവും ഇതിന്റെ ആൻസർ. ഓക്കെ, ഒന്നുകിൽ ഇക്വേഷൻ ചെയ്യാം, അല്ലെങ്കിൽ LCM വെച്ച് ചെയ്യാം. കേട്ടല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത താഴെ കൊടുത്തിരിക്കുന്നതിൽ പൂർണ്ണവർഗ എന്നാണ്. ദശാംശ സംഖ്യകൾ എപ്പോഴും ഓർമ്മിക്കേണ്ടത്, ഒരു പൂർണ്ണവർഗം ആണെങ്കിൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഉള്ള സ്ഥാനങ്ങളുടെ എണ്ണം എപ്പോഴും എന്തായിരിക്കും? ഇരട്ട സംഖ്യ ആയിരിക്കും. എന്തോടാ? ദശാംശ സംഖ്യകളില് അപ്പൊ പൂർണ്ണവർഗം ആവണമെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് വരുന്ന ആ ഒരു സംഖ്യ ഉണ്ടല്ലോ, അക്കങ്ങള്, അവയുടെ എണ്ണം എന്തായിരിക്കണം? ഒരു ഇരട്ട സംഖ്യ ആയിരിക്കണം. ഒരിക്കലും ഒറ്റ സംഖ്യ വരത്തില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നോക്ക്,
ഇവിടെ 2.5 എന്ന് പറയുമ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനേ ഉള്ളൂ ആണല്ലോ. ഒരിക്കലും എന്താവൂല, അത് പൂർണ്ണവർഗം ആവത്തില്ല. ഇവിടെ 2 സ്ഥാനം ഉണ്ടല്ലോ, ഉണ്ട്. 2 സ്ഥാനം ഉണ്ടെന്ന് പറഞ്ഞാൽ പൂർണ്ണവർഗം ആവണമെന്നില്ല. എന്ത്, ഇപ്പം ഇവിടെ 25, 5ന്റെ വർഗ്ഗമല്ല 25 ആണല്ലോ, 5ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ 2 സ്ഥാനം ഉണ്ട്. അതുകൊണ്ട് എന്താ ഇത് വരാം. അല്ല 2 സ്ഥാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയിന്റ് ഇപ്പം 1.4 അത് പൂർണ്ണവർഗ്ഗമാണോ ചോദിച്ചാൽ എന്തല്ല, ഒരിക്കലും അല്ല, പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോ ആ സംഖ്യ ഒരു പൂർണ്ണവർഗ്ഗമായിരിക്കും വേണം. അതേപോലെ എന്ത്, പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന അക്കങ്ങൾ എന്തായിരിക്കണം, അക്കങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ ആയിരിക്കണം. കേട്ടല്ലോ. ഇവിടെ 3 സംഖ്യ ഉണ്ടോ, വരൂല. ഇവിടെ എത്ര, 5 ഉണ്ട്, അതും വരൂല. കേട്ടല്ലോ, ഓർമ്മിച്ച് വേണം. ഓക്കെ, അപ്പൊ പൂർണ്ണവർഗ്ഗം ആവണമെങ്കിൽ പോയിന്റ് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞ അവിടെ അക്കങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ ആയിരിക്കണം. അപ്പൊ വർഗ്ഗമൂലം സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ 0.25ന്റെ റൂട്ട് എടുത്ത് എത്ര ഇട്ടൂടാ, 0.25ന്റെ റൂട്ട് എടുക്കുമ്പോൾ 25ന്റെ റൂട്ട് 5 ആണ്, 5 ആണല്ലോ. എന്നിട്ട് നമ്മൾ എത്ര സ്ഥാനം ഉണ്ടോ അതിന്റെ പകുതി സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കും. ഓക്കെ, സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എത്ര സ്ഥാനം ഉണ്ടോ അതിന്റെ പകുതി സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കും. ഇവിടെ ഇപ്പൊ 2 സ്ഥാനമല്ലേ, അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 1 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കും. 0.5 കിട്ടും കേട്ടോ. 0.5 സ്ക്വയർ ആണ് ഇത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ പോയിന്റ് വരാണെങ്കിൽ എന്ത് ചെയ്യാം, എന്റെ റൂട്ട് എടുത്തിട്ട് എത്ര സ്ഥാനം ഉണ്ടോ അതിന്റെ പകുതി സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുക. കേട്ടല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം, സംഖ്യാരേഖയിൽ 3/5നും 4/5നും ഇടയിൽ വരാത്ത ചിഹ്നങ്ങൾ എന്നാണ്. വരാത്തതാണ്. നമുക്ക് പോയിന്റ് കണ്ടുപിടിച്ച് ചെയ്യുന്നതിന് നല്ലത് 3/5 ചെയ്യുമ്പോൾ എത്ര ഇട്ടാ, 3/5 0.6 എന്ന് കിട്ടും കേട്ടോ. 30 6 പ്രാവശ്യം 30. അതേപോലെ 4/5 ചെയ്യുമ്പോ എത്ര കിട്ടും, 0.8 എന്ന് കിട്ടും. കേട്ടല്ലോ. അപ്പൊ 0.6നും 0.8നും ഇടയിലുള്ള സംഖ്യ അല്ലാത്തതാണ് നോക്കേണ്ടത്. ഓക്കെ, ഇടയിൽ വരാത്തല്ലേ ചോദിച്ചുള്ളൂ. അപ്പൊ ആദ്യം 2/3 2/3 ചെയ്യുമ്പം 2/3 പോയിന്റ് കൊടുത്ത് 0, 2ൽ പോകില്ലല്ലോ, 20 6 3 18. ഓക്കെ, ഷിഫ്റ്റം വീണ്ടും ഇത്ര 6 ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഓക്കെ, എന്തായാലും 0.6 കൂടുതലാണല്ലോ, അപ്പൊ ഇത് വരാം. അടുത്ത് 5/8 ചെയ്താലോ, 5/8 ചെയ്യുമ്പോ പോയിന്റ് കൊടുത്ത് 0, 40 എത്ര പ്രാവശ്യം, 6 8 48. അപ്പൊ ഇവിടെയും 6നെക്കാട്ടിയും കൂടുതലാണ് ആണല്ലോ, 20 2 പ്രാവശ്യം 6 2. അപ്പൊ ഇതും എന്താണ്, 0.6നെക്കാട്ടിയും കൂടുതലാണ്. ഓക്കെ, അപ്പൊ അതും വരാം. അടുത്ത് 3/7 3/7 ചെയ്താലോ, പോയിന്റ് കൊടുത്ത് 0, 30 4 7 28 ആണോ. ചെയ്യുമ്പം 0.4 സംതിങ് വരത്തുള്ളൂ ആണല്ലോ, 0.4 സംതിങ് വരും. ഓക്കെ, അപ്പൊ എന്തായാലും എന്ത് ചെയ്യില്ല, ഇതിനിടയ്ക്ക് വരുമോ, ഇല്ല. നമുക്ക് 0.6നും 0.8നും ഇടയ്ക്കുള്ളതല്ലേ, അപ്പൊ 0.4 സംതിങ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ എന്തില്ല, അത് ഒരിക്കലും വരത്തില്ല. ഓക്കെ, അപ്പൊ ആൻസർ 3/7 ആയിരിക്കും. ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി, കിട്ടും. അടുത്ത് സ്ഥിരം ചോദ്യമാണ്. 2 സംഖ്യകളുടെ ഉസാഖ 16 അവിടെ ലസാഗു 192 ആണ് എങ്കിൽ സംഖ്യ എന്നാണ്. സ്ഥിരം ചോദ്യമാണ്. ഇതേ മോഡൽ ഒരുപാട് പ്രാവശ്യം ഈ സംഖ്യയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട് മുമ്പ്. ഓക്കെ, നമുക്കറിയാം ഇക്വേഷൻ എന്താടാ, LCM ഇൻറ്റു HCF ഈക്വൽ ടു A ഇൻറ്റു B. അത് 2 സംഖ്യകളുടെ ഗുണനഫലം അവിടെ ലസാഗു ഇൻറ്റു ഉസാഖയ്ക്ക് തുല്യമായിരിക്കും. ഓക്കെ, അവിടെ 16 192 അല്ലെ, 192 ഇൻറ്റു 16 സമം A ഇൻറ്റു B എന്നുമ്പോൾ ഒരു സംഖ്യ 64 ഉണ്ടേ, 64 ഇൻറ്റു B. അപ്പൊ ആ സംഖ്യ കാണാൻ വേണ്ടി എന്ത് ചെയ്യുക, 192 ഇൻറ്റു 16 ബൈ 64. 16ഉം 64 ഞാൻ ഇപ്പൊ 8 വെച്ച് വെട്ടാണ്. 2 പ്രാവശ്യം ഇവിടെ 8 8 64, വീണ്ടും 2ൽ 1 പ്രാവശ്യം, 8ൽ 4 പ്രാവശ്യം. ഇനി 192 ബൈ 4 ചെയ്യാം. ഫായ്ക്കുമ്പോൾ എത്ര കിട്ടും, 19 4 16 8 48 എന്ന് കിട്ടും. ഓക്കെ, PS റെസിഡൻ ചോദ്യമാണ്. ഓക്കെ, മിക്കവാറും ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, പഠിച്ചോണേ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും വലിയ സംഖ്യ എന്നാണ്. താഴെ തന്നിരിക്കുന്ന സംഖ്യയിൽ ഏറ്റവും വലിയ സംഖ്യ എന്നാണ്. ജസ്റ്റ് ഒന്ന് ഇന്ത്യ നോക്കടാ. ഇത് SCRT ചോദ്യമാണ്. SCRT ചോദ്യമാണ്, അതേപോലെ പ്രീവിയസ് ആണ് കേട്ടോ. പ്രീവിയസ് ആണേ കേട്ടോ, പഠിച്ചോണം. പഴയ 6ാം ക്ലാസ്സിൽ എന്താണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, പഴയ ടെക്സ്റ്റിൽ ഉണ്ടായതാണ് SCRT. പഴയ 6ാം ക്ലാസ് തന്നെ തോന്നുന്നു, 6 തോന്നുന്നു കേട്ടോ. നോക്കാം. അപ്പോ ആദ്യത്തേല് പോയിന്റ്
0.1 0.001 ആണല്ലോടാ. ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ആദ്യം പോയിന്റ് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള എന്ത് ചെയ്യുക, ഇൻറ്റു ചെയ്യുക. ഇവിടെ പോയിന്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവിടെ എത്ര, 1, ഇവിടെ 1 ആണല്ലോ. 1 × 1 1 തന്നെയാണ്. ഇനി എന്ത് ചെയ്യാം, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനമുണ്ട് ഇല്ലേ, ഇവിടെ 3 സ്ഥാനമുണ്ട് ആണല്ലോ. അപ്പൊ ഇവിടെ 2 സ്ഥാനം, ഇവിടെ 3 സ്ഥാനം, മൊത്തം 5 സ്ഥാനം വരെ പോയിന്റ് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ 1 എഴുതി, ബാക്കിയുള്ളതിന് ബാക്കി 4 0 കൊടുക്കുക. ബാക്കി 4 0 കൊടുത്തു. ഇനി ഇതേപോലെ അടുത്ത് എന്ത് ചെയ്യാം, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 101 ആണ്, ഇവിടെ എത്ര, വെറും 1 ആണ് അല്ലേ. ആ പോയിന്റ് മാറ്റി കഴിഞ്ഞാൽ എന്താണ്, വെറും 1 ആണ് അല്ലേ, 101 1 ആണ്. അപ്പൊ അവിടെ എത്ര വരൂടാ, 101 എഴുതി. 101 എഴുതിയിട്ട് ഇവിടെ എത്ര, 3 3 2 5 സ്ഥാനം അല്ലേ, 1 2 3 സ്ഥാനം, ബാക്കി 2 0 കൊടുത്തു. അടുത്ത് ഇവിടെയും 101, ഇവിടെയും പോയിന്റ് മാറ്റി കഴിഞ്ഞാൽ 1 ആണല്ലോ. ഇന്ത്യ ചെയ്യുമ്പോൾ 101 എഴുതി. എന്നിട്ട് ഇവിടെ 3 സ്ഥാനമുണ്ട്, ഇവിടെ 3 സ്ഥാനമുണ്ട്, മൊത്തം 6 സ്ഥാനം മാറണം. ഇവിടെ 1 2 3 സ്ഥാനം, 4 5 6 സ്ഥാനം മാറി എഴുതി. അടുത്തോ പോയിന്റ് 1 0, ഇവിടെ പോയിന്റ് 0 0 1, ഇവിടെ പോയിന്റ് മാറ്റുമ്പോൾ ഇവിടെ 10 വരും, ഇവിടെ വെറും 1 വരും. 10 × 1 10 എഴുതി. എന്നിട്ട് ഇവിടെ 2 സ്ഥാനം, ഇവിടെ 3 സ്ഥാനം, മൊത്തം 5 സ്ഥാനം മാറണം. 1 2 3 4 5 സ്ഥാനം മാറി. ഓക്കെ, ഇനി ഇതിൽ വലുത് എന്നാണ് നോടാ. എപ്പോഴും ദശാംശ സംഖ്യയിൽ വലുതാണെന്ന് ചോദിക്കുമ്പോൾ അത് പോയിന്റ് മുമ്പ് വലുതായതുകൊണ്ടോ നോക്കുക. ഓക്കെ, ഇവിടെ ഇപ്പൊ നമുക്ക് പോയിന്റ് മുമ്പ് എല്ലാം 0 ആണെന്നല്ലോ, അപ്പൊ അത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ പോയിന്റ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന സംഖ്യകൾ നോക്കുക. ഓരോന്നായിട്ട് പോയിന്റ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന ഓരോ സംഖ്യകൾ. ഇവിടെ ഫസ്റ്റ് ഇവിടെ എല്ലാം എന്താ, എല്ലാം 0 ആണ് അല്ലേ. ഫസ്റ്റ് ഇതെല്ലാം 0 ആണ്. അപ്പൊ അത് വെച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. അടുത്ത സ്ഥാനം നോക്കുക, അതും എത്രയാണ്, എല്ലാം 0 ആണ്. അയ്യോ, ഇവിടെ പുറത്ത് പോയി, രണ്ടാമതും 0 ആണ് അല്ലോ, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അടുത്ത സ്ഥാനം നോക്കുക, മൂന്നാമത്തെ, ഇവിടെ 0, ഇവിടെ എത്ര, ഇവിടെ 1. ഓക്കെ, 1 ഇവിടെ ഇപ്പുറത്ത് 0 ആണ് കേട്ടാ, മാറിപ്പോലെ. ഓക്കെ, അപ്പോ ഇവിടെ 1 ഉണ്ട് അല്ലേ, ബാക്കി എല്ലാം എന്താണ്, അവിടെ 0 ആണ്. ഓക്കെ, ബാക്കിയെല്ലാം, അതായത് മൂന്നാമത്തെ സ്ഥാനം ബാക്കിയെല്ലാം 0 1, ഇവിടെ 0 ഇവിടെ 0 ആണ്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ സ്ഥാനം 1 ആണ് വരുന്നത് അല്ലേ, ഇവിടെ രണ്ടാമത്തേല് ആണല്ലോ. അപ്പൊ അതായിരിക്കും വലുത്, കാരണം ബാക്കി എല്ലാത്തിനും 0 അല്ലേ. അത് എഴുതിയ മാർക്ക് വേണം കേട്ടോ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ആയിരിക്കും എന്താ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സംശയം ഉണ്ടെങ്കിൽ കുറച്ച് നേരം എഴുതി നോക്കുക. 0 0 1, അത് പോയിന്റ് 2 0 1 2 1 0 1. ഓക്കെ, മൂന്നാമത്തത് 0.1 2 3 ഇങ്ങനെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ മൂന്നാമത്തേൽ എന്താ, ഇവിടെ 1 അല്ലേ ആണല്ലോ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ രണ്ടാമത്തെ ആയിരിക്കും എന്താ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ട് ഓരോ സ്ഥാനം വെച്ച് നോക്കുക, അതിൽ ഏറ്റവും വലുതേത് നോക്കി പോവാം കേട്ടല്ലോ. ഇതാണ് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, അതേപോലെ 1 + 2 + 3 + എക്സെട്ര 50 വരെയുള്ള എണ്ണൽ സംഖ്യ തുക എത്ര, 1275 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 3 + 6 + 9 + 180 ആണ് ചോദിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യണം, 1 + 2 + 3, അത് എണ്ണൽ സംഖ്യ തുകയാണല്ലോ, എണ്ണൽ സംഖ്യ തുകയുണ്ട്. ഇവിടെ 3 + നമ്മളിട്ടാണ് 6 9 12 എക്സെട്ര അങ്ങനെ 150 വരുന്നല്ലോ എന്ന് പറയുമ്പോ ഇതെന്താണ്ടാ, എല്ലാം 3ന്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ, 3ന്റെ ഗുണിതങ്ങളാണ് ആണല്ലോ. അപ്പൊ ഇവിടെ നിന്ന് എല്ലാത്തിനും ഒരു 3 പുറത്തെടുത്താലോ, 3 ൽ 3 ഒരു പ്രാവശ്യം, ഒരു സംഖ്യയിൽ നിന്ന് അത് തന്നെ പുറത്തെടുത്താൽ ബാക്കി 1 വരും. അപ്പൊ 3 ൽ 3 ഒരു പ്രാവശ്യം, 6 ൽ 3 2 പ്രാവശ്യം, 9 ൽ 3 പ്രാവശ്യം, അങ്ങനെ 150 ആകുമ്പോൾ 50 പ്രാവശ്യം ഈക്വൽ ടു 3 × ഇവിടെ എണ്ണൽ സംഖ്യകൾ 1 തൊട്ട് 50 വരെ അല്ലേ, തുക എത്രയെന്നുണ്ട് ഇവിടെ 1275. 1275 തമ്മിൽ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും, 5 15 21 22 6 2 8 3. ഓക്കെ, 3825 കിട്ടും. 3825. ഓക്കെ, അതുപോലെ അതായത് എന്ത് ചെയ്യാ, ജസ്റ്റ് നമ്മുടെ എണ്ണൽ സംഖ്യകളുടെ തുകയുണ്ട് ആണല്ലോ, തോന്നിയേ എണ്ണൽ സംഖ്യകളുടെ തുകയുണ്ട്, അതെന്ത് ചെയ്യാ,
3ന്റെ മൾട്ടിപ്പിൾസിനാണ് ചോദിച്ചുള്ളൂ. അപ്പൊ 3 പുറത്തെടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഓപ്ഷൻ എ. അടുത്ത ചോദ്യം. ഓക്കെ, നോക്കാം. ഇത് ചിലപ്പോ PSC ഡിലീറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, കണ്ടല്ലോ. ഓക്കെ, 54C ആണ് PSC കൊടുത്തിട്ടുള്ളത്. 54C ആണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് നോക്കാം. അതായത് 2.5 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ഒരു ടാങ്കില് 10,000 ലിറ്റർ വെള്ളം കൊള്ളുന്നതാണ്. 10,000 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ അതിന്റെ വ്യാപ്തം എത്രയായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പം ഇവിടെ എന്താ, അതിന്റെ എത്ര ലിറ്റർ വെള്ളം കൊള്ളുന്നുണ്ട് ആണല്ലോ. നമുക്കിവിടെ ആദ്യം വ്യാപ്തമാണ് കണ്ടുപിടിക്കേണ്ടത്. വ്യാപ്തം. ഓക്കെ, അവിടെ ഓർമ്മിക്കണ്ടേ, നമുക്കിവിടെ മീറ്ററിലല്ലേ ഉള്ളത്, മീറ്ററിലാണല്ലോ. അപ്പോ 1 മീറ്റർ ക്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മീറ്റർ ക്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര, 1000 ലിറ്റർ ആണ് കേട്ടോ. അതായത് 1 മീറ്റർ നീളം, 1 മീറ്റർ വീതി, 1 മീറ്റർ ഉയരം ഉള്ള ഒരു ടാങ്ക് ഒന്ന് സങ്കല്പിക്കാം. 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 1 മീറ്റർ ഉയരമുള്ള ഒരു ടാങ്ക്. അതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? 1000 ലിറ്റർ വെള്ളം കൊള്ളും. പറഞ്ഞല്ലോ ആണ്. ഓക്കെ എന്ന് പറഞ്ഞത്. 1 മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ 1000 ലിറ്റർ ആണ്. ഓർമ്മിച്ചോണേ. ഇവിടെ മൊത്തം എത്ര, 10,000 ലിറ്റർ ഉണ്ട് ആണല്ലോ. 10,000 ലിറ്റർ ഉണ്ട്. ആണല്ലോ, 10,000 ലിറ്റർ ഉണ്ട്. അതിന്റെ വ്യാപ്ത വോളിയം കാണാനായിട്ട് എന്ത് ചെയ്യുക, 1 മീറ്റർ ക്യൂബ് എന്ന് വെച്ചാൽ 1000 അല്ലേ, 1000 കൊണ്ട് ഭാഗിക്കുക. 3 0 വെട്ടി ബാക്കി എത്ര, 10 എന്ന് കിട്ടും. 10 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അപ്പൊ വ്യാപ്തം കിട്ടി. ഇനി അതിന്റെ ഉയരം കാണാനാണ് ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പൊ എന്തിടാ, ഇവിടെ നമുക്ക് അറിയാം, ടാങ്ക് നീളമുണ്ട്, വീതിയുണ്ട്, ഉയരമുണ്ട് എന്നല്ലോ. ഇക്വേഷൻ എന്താ, L×B×H ആണ് വ്യാപ്തം എന്ന് പറഞ്ഞത്. 10 എന്നുണ്ട്. നീളം 2.5, വീതി 1, ഉയരം അറിയത്തില്ല, H 10 ആണല്ലോ. അത് H = എന്ത് ചെയ്യാം, ഇവിടെ 2.5 × 1 എത്ര, 2.5 ആണല്ലോ. ആ 2.5 സമനപ്പുറത്ത് പോകുമ്പം 10/2 എന്നാക്കി. = 10/2 എന്ന് പറയുമ്പം ഒന്ന് മിസ് നോക്കുക. എങ്ങനെ, 2 2 4 4 1 5 5/2 എന്ന് വരും. = 10 അതെ ഭിന്നസംഖ്യ ഭാഗ്യപരം എന്ത് ചെയ്യും, നമ്മൾ അതിന്റെ വിൽക്രമം കൊണ്ട്, അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നല്ലോ. തിരിച്ചങ്ങ് ഇൻറ്റു ചെയ്യുക, 2/5. ഓക്കെ, 2 പ്രാവശ്യം എത്ര കിട്ടും, 4 എന്ന് കിട്ടും. 4 മീറ്റർ എന്നാണ് കിട്ടുന്നത് കേട്ടോ. അപ്പൊ 4 മീറ്റർ എന്ന് കിട്ടി. അപ്പോ അതിന്റെ ഉയരം എന്ന് പറയുമ്പോൾ എത്ര, 4 മീറ്റർ എന്നാണ്. ബാക്കിയുള്ള മീറ്റർ ആണ്, പക്ഷെ ഇവിടെ 4 മീറ്റർ ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പൊ 4 മീറ്റർ എന്നാണ് വരേണ്ടത്. പിന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, 4 മീറ്റർ അല്ലേ, വേണമെങ്കിൽ സെന്റിമീറ്റർ ആക്കണമെങ്കിൽ 4 മീറ്റർ എന്ന് പറയുമ്പോൾ എത്ര, 400 സെന്റിമീറ്റർ ആണ്. 100 ഉണ്ടെങ്കിൽ ഇന്ത്യ 400 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ എടുക്കാവുന്നതാണ്. ഇനി മില്ലിമീറ്റർ ആക്കണമെങ്കിൽ 4000 മില്ലിമീറ്റർ എന്ന് വരാം. അത്രയ്ക്കൊന്നും പോകാനുള്ള സാധ്യത കുറവാണ് കണ്ടല്ലോ. ഓക്കെ, എന്തായാലും 4 മീറ്റർ ആയിരുന്നു അവിടെ കറക്റ്റായിട്ട് വരേണ്ടിയിരുന്നത്. സെന്റിമീറ്റർ ആക്കണമെങ്കിൽ 400 സെന്റിമീറ്റർ അല്ലെങ്കിൽ 4000 മില്ലിമീറ്റർ. എന്തായാലും അങ്ങനെ പോകും തോന്നില്ല. PSC മിക്കവാറും പക്ഷേ ആൻസർ കൊടുത്തിട്ടുള്ളത് 54C ആണ്. 4000 ആണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും അതങ്ങനെ വരാനുള്ള സാധ്യത ഇല്ല പറഞ്ഞല്ലോ. ഓക്കെ, മിക്കവാറും ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാനുള്ള സാധ്യത ഉള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആൻസർ ചേഞ്ച് ചെയ്യാനോ ഒക്കെ കൊടുക്കാവുന്നതാണ് കേട്ടല്ലോ. ഓക്കെ, അപ്പോ കിട്ടുമല്ലോടാ. ഓർമ്മിച്ചോണം, 1 മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ 1000 ലിറ്റർ ആണ്. അപ്പൊ അത് എന്ത് ചെയ്യാൻ, വോളിയം കണ്ടുപിടിക്കുക, വ്യാപ്തം കണ്ടുപിടിക്കുക, എന്നിട്ട് ഹൈറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം സ്ഥിരം ചോദ്യമാണ്. PSC ക്ലോക്കിലെ സമയം 8:30 ആണ്. ഈ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര ഡിഗ്രി എന്നാണ് ആണല്ലോ. നമ്മൾ എന്താ, 30H മൈനസ് 11/2 m ആണല്ലോ. അപ്പൊ 30 × മണിക്കൂർ എത്ര, 8 അല്ലേ, 8 മണി, 8 കൊടുത്ത് മൈനസ് 11/2 × 30. 2 30 വെട്ടി 15 പ്രാവശ്യം. 30 × 8 240 മൈനസ് 11 × 15 165.
ഓക്കെ, തമ്മിൽ കുറയ്ക്കുക. 165 ബാക്കി 35, 75. 75 ഡിഗ്രി എന്ന് കിട്ടും. അതുപോലെ ഓക്കെ, അപ്പോ ജസ്റ്റ് അക്വേഷൻ മിക്കവാറും കിട്ടിയിട്ടുണ്ടാവും. 30H മൈനസ് 11/2 M. ഓക്കെ, 75 ഡിഗ്രി. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ എങ്കിൽ ചെറിയ സംഖ്യ എന്നാണ്. ഇതൊരു പ്രീവിയസ് ചോദ്യം കേട്ടോ. എനിക്ക് തോന്നുന്നു LP UP തന്നെ തോന്നുന്നു, അറിയില്ല. ഒരു പ്രീവിയസ് ചോദ്യമാണ്, മുമ്പ് ചെയ്തിട്ടുണ്ട് ഇവിടേക്ക്. ഓക്കെ, അപ്പൊ ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു സംഖ്യ X എടുത്ത്. ഇനി അപ്പൊ ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതൽ എന്ന് പറയുമ്പോൾ ഇതിന്റെ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 3x. 3 മടങ്ങിനേക്കാൾ 2 കൂടുതൽ, അപ്പൊ 2 കൂട്ടി ആണല്ലോ. അപ്പൊ ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതൽ എഴുതും. ഇനി ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ. ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ X അല്ലേ, ആണല്ലോ. അതിന്റെ 4 മടങ്ങാണ് വലിയ സംഖ്യ, 4x ആണല്ലോ. അപ്പൊ വലിയ സംഖ്യയാണ് അതായത് 2 ആണല്ലോ. രണ്ടും ഒരേ ഇത് തന്നെയാണ്, ഒരേ സംഖ്യയാണ്. അപ്പൊ എന്ത് ചെയ്യുക, തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. 4x = 3x + 2. ഇനി എക്സിന്റെ ടൈം ഒക്കെ എന്ത് ചെയ്യുക, ഒരുമിച്ചാക്കുക. 4x 3x ഇപ്പുറത്ത് എന്താവും, -3x = 2. അവിടെ 4x നിന്ന് 3x കുറച്ച് എത്ര ഇടാ, 1x എന്ന് കിട്ടും ആണല്ലോ. 4x നിന്ന് 3x കുറച്ചാൽ 1x = 2. അപ്പൊ x = എത്ര, 2 അത് കിട്ടി. അപ്പൊ ചെറിയ സംഖ്യ 2, വലിയ സംഖ്യ ചോദിക്കുകയാണെങ്കിൽ 4 മടങ്ങ് എടുക്കുക, 8 എന്ന് കിട്ടും. കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യം. ഇത് ഒത്തിരി അല്പം ഒന്ന് എന്താ പറയാ, ഈ ചോദ്യങ്ങളിൽ അത്യാവശ്യം ഒത്തിരി പാടുള്ള ചോദ്യമായിരുന്നു. താരതമ്യേന പ്രയാസമുള്ള ചോദ്യമായിരുന്നു. ഇതൊരു സമയമെടുക്കുന്ന ചോദ്യമായിരുന്നു. 2 സംഖ്യകളുടെ ശരാശരി 11.5 അവിടെ വ്യത്യാസം 11.5 ആണെങ്കിൽ വലിയ സംഖ്യ ബൈ ചെറിയ സംഖ്യ എത്ര എന്നാണ്. അപ്പൊ 2 സംഖ്യയുടെ ശരാശരി എന്ന് പറയുമ്പോൾ 2 സംഖ്യ ഇപ്പൊ എയും ബിയും എടുക്കുകയാണെങ്കിൽ ആ 2 സംഖ്യകളുടെ ശരാശരി എത്ര ഉണ്ട്, 11.5 ഉണ്ട് ഉണ്ടല്ലോ. അപ്പൊ ഈ 2 സംഖ്യയുടെ തുക കണ്ടുപിടിക്കാം നമുക്ക്. തുക എന്ന് പറയുമ്പോൾ ശരാശരി ഇൻറ്റു എണ്ണമാണ് അല്ലേ, ശരാശരി ഇൻറ്റു എണ്ണമാണ്. അപ്പൊ 2 സംഖ്യകളുടെ ആയതുകൊണ്ട് 11.5 ഇൻറ്റു 2 അല്ലെങ്കിൽ ഈ 2 ഇപ്പുറത്ത് കൊണ്ടുവരാം കണ്ടല്ലോ. ഓക്കെ, അപ്പൊ 2 സംഖ്യകളുടെ ശരാശരി ഉണ്ട്, അത് തുക കണ്ടുപിടിക്കുക. അപ്പൊ ശരാശരി ഇൻറ്റു എണ്ണം ചെയ്താൽ മതി. ഇൻറ്റു എത്ര ഇട്ടൂടാ, 22, 23 കിട്ടും. 21 കിട്ടി. ഇനി അവിടെ വ്യത്യാസം എത്രയുണ്ട്, വ്യത്യാസം 11.5 വ്യത്യാസമുണ്ട്. ഓക്കെ, ഇനി വലിയ സംഖ്യ ബൈ ചെറിയ സംഖ്യയാണ്. അപ്പൊ വലുതും കണ്ടുപിടിക്കണം, ചെറുതും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ വലിയ സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു ഫോമിൽ വരികയാണെങ്കിൽ a+b a-b ഫോമിലാണ് എപ്പോഴും വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ വരാം x + y x - y ഈ ഒരു ഫോമിലും വരാം കണ്ടല്ലോ. അതായത് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇപ്പം മുമ്പ് ചോദിച്ച ചോദ്യമാണ്, അതായത് 2 സംഖ്യയുടെ തുക ഇത്രയെന്നും അവയുടെ വ്യത്യാസം ഇത്രയെന്നും പറഞ്ഞ് എന്ത് ചെയ്യും, ചോദ്യം ചോദിക്കും. എന്നിട്ട് സംഖ്യയിലേക്കും ചോദിക്കാം. 2 സംഖ്യയുടെ തുകയും അതേപോലെ അവയുടെ വ്യത്യാസം തന്നിട്ട് സംഖ്യ എത്രയും ചോദിക്കാം. അപ്പോ ആ ഒരു മോഡലിലേക്ക് വരുമ്പോൾ സംഖ്യ കാണാൻ വേണ്ടി എന്ത് ചെയ്യുക, അവിടെ വലിയ സംഖ്യ കാണാനായിട്ട് ആ തുകയും വ്യത്യാസവും കൂടെ എന്ത് ചെയ്യുക, കൂട്ടിയിട്ട് പകുതി എടുക്കുക കേട്ടോ. ഓക്കെ, കൂട്ടിയിട്ട് പകുതി എടുക്കുക. ഈ ഒരു മോഡൽ വരുമ്പോൾ എന്ത് ചെയ്യുക, അതായത് 2 സംഖ്യയുടെ തുക അറിയാം, അവിടെ വ്യത്യാസം അറിയാമെങ്കിൽ അത് വലിയ സംഖ്യ കാണാൻ വേണ്ടി എന്ത് ചെയ്യാം, കൂട്ടിയിട്ട് പാതി എടുക്കുക. ചെറിയ സംഖ്യയാണെങ്കിൽ കുറച്ചിട്ട് പാതി എടുക്കുക. അതേപോലെ കൂട്ടിയിട്ട് പാതി എടുക്കുക, കുറച്ചിട്ട് പാതി എടുക്കുക. അപ്പൊ 23ഉം 11 34, 34.5 ബൈ 2 34 17.25 ഭാഗ്യം കിട്ടും. ഇനി അടുത്ത് രണ്ടാമത് ചെറിയ സംഖ്യ കാണാൻ വേണ്ടി എന്ത് ചെയ്യുക, തമ്മിൽ കുറച്ചിട്ട് പാതി എടുക്കുക. കുറയ്ക്കുമ്പം 11.5 കിട്ടും. ബൈ 2 ചെയ്യുമ്പോൾ 5 11.5 11 2 പ്രാവശ്യം 5 പ്രാവശ്യം
5 പ്രാവശ്യം 10 1 കുറച്ചപ്പം പോയിന്റ് മേലിൽ കൊടുത്ത് 5 താഴോട്ട് ഇറങ്ങി. 7 2 14 1 ഒരു 0 കൊടുത്ത് 5 പ്രാവശ്യം 5.75 കിട്ടേ 5.75 കിട്ടി ആണല്ലോ. ഇനി വലിയ സംഖ്യ ബൈ ചെറിയ സംഖ്യ ചോദിച്ചുള്ളത് അല്ലെ, വലിയ സംഖ്യ ബൈ ചെറിയ സംഖ്യ ചോദിച്ചുള്ളത്. അപ്പൊ വലിയ സംഖ്യ 17.25 ബൈ 5.75. ഓക്കെ, പോയിന്റ് മാറ്റം കൊണ്ട് എന്ത് ചെയ്യാം, 100 കൊണ്ട് മേൽ എന്താ ഇൻഡ് ചെയ്ത്. അവിടെ പോയിന്റ് 2 സ്ഥാനമല്ലേ ഉള്ളത്, അപ്പൊ 2 സ്ഥാനം മാറ്റാനായിട്ട് 2 0 കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. 100 കൊണ്ട് മേൽ എന്താ ഇൻഡ് ചെയ്യുക. അപ്പൊ 1725 ബൈ 575 കിട്ടും. 575 കിട്ടും. ഓക്കെ, കറക്റ്റ് ആൻസർ ഉണ്ടല്ലോ. അപ്പം 5 വെച്ച് വെട്ടിച്ച് ഭാഗിക്കുക. 5 വെച്ച് ഭാഗിക്കുമ്പോ ഒരു പ്രാവശ്യം 7 ഒരു പ്രാവശ്യം 5. ഇവിടെ 17 5 3 5 15 2 ഷിഫ്റ്റം 22 4 5 20 അടുത്ത് 5. അപ്പൊ 345/15 വരും. ഓക്കെ, 3 പ്രാവശ്യം പോകും പറഞ്ഞല്ലോ, 3 പ്രാവശ്യം പൂർണ്ണമായിട്ട് പോവേ. അല്ലെങ്കിൽ വീണ്ടും ഒന്ന് വായിച്ചു നോക്കുക കണ്ടല്ലോ. വായിക്കുകയാണെങ്കിൽ ഇപ്പൊ 115 5 എത്ര 2 5 10 23 പ്രാവശ്യം. ഓക്കെ, ഇവിടെ 34 6 5 30 45 9 69 കിട്ടും. 69/23 എത്ര കിട്ടും, 3 കിട്ടും. 3 കണ്ടോ, ജസ്റ്റ് വായിച്ചു നോക്കേണ്ട കാര്യമുള്ളൂ ഇവിടെ. ഓക്കെ, അപ്പോ ആൻസർ ബി ആണ് 3. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഈ മോഡൽ ഓർമ്മിച്ചോടെ 2 സംഖ്യ തുക അവിടെ വ്യത്യാസം. 6 മോഡലാണെങ്കിൽ എന്ത് ചെയ്യുക, കൂട്ടിയിട്ട് പാതി എടുക്കുക, കുറച്ചിട്ട് പാതി എടുക്കുക, അപ്പൊ സംഖ്യ കിട്ടിക്കോളും. കറണ്ടല്ലോ. ഓക്കെ, ഓർമ്മിച്ചോടെ. അടുത്ത ചോദ്യം PSC സ്ഥിരം ചോദ്യം തന്നെയാണ് ഇതും. അപ്പോ ഇപ്പോ ഈ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഏ ഫോമിൽ ഇടാം. ഇതിപ്പോ എയും ബി ആണെന്ന് വിചാരിച്ചോ. എയും ബി ആണെങ്കിൽ A³ + B³. താഴെയോ A × A എന്ന് വെച്ചാൽ എന്താ, A² ആണ്. ഓക്കെ, A² ആണ്. അപ്പൊ A³ + B³ ബൈ താഴെ A² അല്ലേ, A². പിന്നെ ഇത് B² ഫോമിലാണ്. ഇതെന്താണ്, AB ഫോമിലാണ് കേട്ടോ. A² - AB + B². അപ്പൊ ഈ ഒരു ഫോമിൽ വരണമെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യാൻ വേണം, മേലിപ്പോ A³ + B³ അല്ലേ ആണല്ലോ. A³ + B³ ആണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, അവിടെ പ്ലസ് അങ്ങ് എടുക്കുക. പ്ലസ് അങ്ങ് എടുത്താൽ മതി. A + B അങ്ങ് എടുത്താൽ മതി. ഓക്കെ, A + B അങ്ങ് എടുത്താൽ മതി. അതായത് ഇപ്പോ ഈ ഒരു ഫോമിൽ വരാണെങ്കിൽ A³ + B³ ബൈ A² - AB + B². ഈ ഫോമിൽ വരികയാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാൻ മതി, A + B അങ്ങ് എടുത്താൽ മതി. ഓക്കെ, A + B എടുത്താൽ മതി. അപ്പോ എന്ത് ചെയ്യാം, 10.1 2.9 അങ്ങ് കൂട്ടുക. കൂട്ടുമ്പോൾ എത്ര ഇടാ, ഒരു പ്രാവശ്യം 13 കിട്ടും. 13 കിട്ടും. ഈ ഒരു ഇക്വേഷൻ ഓർമ്മിച്ചോണേ പറഞ്ഞല്ലോ. ഓക്കെ, A³ + B³ ഈ ഫോമിൽ വരാണെങ്കിൽ കണ്ടല്ലോ. ഓക്കെ, അതറിയും A + B ആയിരിക്കും വരുന്നത് കണ്ടല്ലോ. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് തന്നെ ആയിരിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം, ഇത് ഒത്തിരി അല്പം ഒന്ന് കടന്ന ചോദ്യമായിരുന്നു. സീനയും മീനയും 2:3 എന്ന അംശം എന്നതിൽ ഒരു തുക ഭാഗിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ 804 രൂപ കൂടുതൽ അതേ തുക 4:1 എന്ന അംശം എന്നതിൽ ഭാഗിച്ചപ്പോൾ സീനയ്ക്ക് കിട്ടി. എമൗണ്ട് 2:3 എന്ന അംശം എന്നതിൽ ഭാഗിച്ചപ്പോ അത് ആ അതേ തുക 4:1 എന്ന അംശം എന്നതിൽ ഭാഗിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ എത്ര, 804 രൂപയാണ് കൂടുതൽ കിട്ടിയത്. അതായത് ഇപ്പോ സീന മീന രണ്ടുപേരുണ്ട്. എത്ര, 2:3 എന്ന അംശം ഭാഗിച്ചു ആണല്ലോ. ഓക്കെ, ടോട്ടൽ അപ്പൊ എത്ര, 5 ആയിരിക്കും. 5 യൂണിറ്റ് ആയിരിക്കും. ഓക്കെ, സീനയ്ക്ക് 2 യൂണിറ്റും മീനയ്ക്ക് 3 യൂണിറ്റും കിട്ടിയെന്ന് വിചാരിക്കുക. ടോട്ടൽ എത്ര, 5 യൂണിറ്റ് നല്ലോ. ഇതേ തുക എത്ര, 4:1 എന്ന അംശം ഭാഗിച്ചപ്പോ അവിടെ ടോട്ടൽ മാറ്റില്ല, 5 തന്നെ. നമ്മുടെ ഭാഗത്തിന് ടോട്ടൽ സെയിം തന്നെയാണ്, 5 തന്നെയാണ്. അപ്പോ എന്താ സീനയ്ക്ക് കിട്ടിയ എത്ര, 804 രൂപ കൂടുതൽ കിട്ടിയതാണ്. അതായത് നേരത്തെ 2 ആയിരുന്നു, ഇപ്പൊ എത്ര, 4 ആയപ്പോൾ എത്ര, 804 രൂപ കൂടുതൽ കിട്ടി. ഇവിടെ 2 കൂടി അനുസരിച്ച് ഇവിടെ 2 കുറയുകയും ചെയ്ത് കണ്ടല്ലോ. ഓക്കെ, അപ്പോ നേരത്തെ 2 ആയിരുന്നു, ഇപ്പൊ എത്ര, 4 ആയല്ലോ. എത്ര കൂടിയിടാ, 2 യൂണിറ്റ് കൂടി ഇല്ലേ, 2 യൂണിറ്റ് കൂടിയല്ലോ. ആ കൂടിയ 2 യൂണിറ്റ് എത്രയായിട്ട് എടുക്കുക, 804 ആയിട്ട് എടുക്കുക. നമുക്ക് വേണ്ട എത്ര, എങ്കിൽ അവർ ഭാഗിച്ച തുക എത്ര എന്നാണ്, ടോട്ടലാണ് വേണ്ടത്. ടോട്ടൽ എന്ന് പറയുമ്പോൾ എത്ര, 5 യൂണിറ്റ് ആണ്. ഓക്കെ,
ഇവിടെ 804 രൂപ കൂടുതൽ കിട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ 2 4 അപ്പൊ എത്ര 2 യൂണിറ്റ് കൂടി ആണല്ലോ. ആ കൂടിയ 2 യൂണിറ്റ് 804 എന്ന് എടുക്കുക. വേണ്ടത് 5 യൂണിറ്റ്. ഇതാണ് വേണ്ടത്. ഓക്കെ, ഒന്ന് ക്രോസ് ചെയ്താൽ 5 × 804 5 × 804/2 വായിക്കുമ്പം 4 0 2 എന്ന് കിട്ടും. ഇൻറ്റു ചെയ്യാം. എത്ര 5 2 10 20. ഓക്കെ, 2010 എന്ന് കിട്ടും. ഓക്കെ, അപ്പോ 59ന്റെ ആൻസർ 2010. ഓക്കെ, അതെ ശരിയാണ്. കിട്ടുമല്ലോടാ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ഒരേ തുക തന്നെ 2 രീതിയിലൂടെ വായിച്ചു ആണല്ലോ. അപ്പൊ ആദ്യം വായിച്ചതിനേക്കാൾ ഇത്ര രൂപ കൂടുതലാണ് ഉണ്ടാ കിട്ടിയതാണ് അല്ലോ. ഇവിടെ ടോട്ടൽ ഇവിടെ സെയിം യൂണിറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം ചെയ്യാം പറഞ്ഞല്ലോ, ഒരു കുഴപ്പമില്ല. ഓക്കെ, അവിടെ 2 യൂണിറ്റ് ആകുന്നത് എന്താ 4 ആയി. അവിടെ എത്ര 2 കൂടി ആണല്ലോ. ആ കൂടിയ 804 ആയിട്ട് എടുക്കാം. ഇനി ലാസ്റ്റ് ചോദ്യം നോക്കണം. 2000 രൂപയ്ക്ക് ഒരു മാസത്തേക്കുള്ള സാധാരണ പലിശ 15 രൂപയെങ്കിൽ പലിശ നിരക്ക് എത്ര എന്നാണ്. ഇതേ മോഡൽ മുമ്പ് കഴിഞ്ഞ പരീക്ഷ ഈ ഇടയ്ക്ക് പരീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ 2000 രൂപയ്ക്ക് ഒരു മാസത്തേക്കുള്ള പലിശ നിരക്ക് ഒരു മാസത്തിലുള്ള സാധാരണ പലിശ 15 രൂപയെങ്കിൽ പലിശ നിരക്ക് എത്ര എന്നാണ്. ഒന്നിൽ ഇക്വേഷൻ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അല്ലാതും ചെയ്യാം. ഇപ്പൊ പലിശ നിരക്ക് എന്ന് പറയുമ്പോൾ 100 രൂപയ്ക്ക് ഒരു വർഷം എത്ര രൂപ പലിശ കിട്ടുന്നതാണ്. 100 രൂപയ്ക്ക് ഒരു വർഷം എത്ര രൂപ പലിശ കിട്ടുന്നു, അതാണ് പലിശ നിരക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 2000 രൂപയ്ക്ക് ഒരു മാസത്തേക്ക് എത്ര, ഒരു മാസത്തേക്ക് 15 രൂപ ആണല്ലോ. 15 രൂപ. അങ്ങനെയാണെങ്കിൽ 2000 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക്, അത് 12 മാസത്തിൽ ഒരു വർഷം ആണല്ലോ. 12 മാസത്തേക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, 15 × 12 ചെയ്യുക. എത്ര 180 കിട്ടും. ഓക്കെ ആണോ. അപ്പൊ 2000 രൂപയ്ക്ക് 12 മാസത്തേക്ക് ആകുമ്പോൾ എത്രയായി, 180 ആയി. അല്ല, ഒരു മാസം 15 അല്ലേ. അപ്പൊ 12 മാസം ആകുമ്പോൾ ഒരു വർഷം ആകുമ്പോൾ എത്രയായി, 180 രൂപയായി ആണല്ലോ. അപ്പൊ 2000 രൂപയ്ക്ക് ഒരു വർഷം, 2000 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് എത്ര, 180 രൂപയാണ് ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 200 രൂപയ്ക്കോ, 200 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് എത്ര അപ്പോ 18 രൂപ അല്ലേ. 100 രൂപയ്ക്ക് അപ്പോ 100 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് എത്ര അപ്പോ 9 ആണല്ലോ. പലിശ കിട്ടി എത്ര, 9%. ഇത്രേ ഉള്ളൂ. അപ്പൊ 100 രൂപയ്ക്ക് ഒരു വർഷം എത്രയാണ് നോക്കുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കുക. എന്താ I = PNR/100 ഉണ്ടല്ലോ. PNR/100 ഉണ്ടല്ലോ. അതിന് R = എന്ത് വരും, I × 100/PN. I × 100/PN ആണല്ലോ. ഈക്വൽ ടു I എത്രടാ, I 15 ആണല്ലോ. 15 × 100 15 രൂപയാണ്. ബൈ എമൗണ്ട് എത്ര, 2000 ഇൻറ്റു എന്നോ. ഇവിടെ ഒരു മാസത്തെ കാര്യത്തിൽ പറഞ്ഞത്, ഒരു മാസം നമ്മളിപ്പോ എന്ന് വർഷത്തിന്റെ ഇതിലാ പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു മാസം എന്ന് പറയുമ്പം മൊത്തം 12 മാസം അല്ലേടാ. ഇവിടെ വരും 1/12 എന്ന് വരും കേട്ടോ. ഓർമ്മിച്ചോണേ. അപ്പോ അവിടെ എന്ത് ചെയ്യാ, ഒരു മാസത്തേക്കാണ് അതെന്ത് ചെയ്യാ, വർഷത്തിലോട്ട് മാറ്റുക കേട്ടല്ലോ. ഓക്കെ, ബാക്കി എന്ത് ചെയ്യാ, 15 × ഇവിടെ 2 0 2 0 വെട്ടി 15 ഒന്നുകൂടെ എഴുതാം. 15 × 1/12 തിരിച്ചും ഇടുക. അപ്പൊ തരും 12/1 തരും /20 വെട്ടിച്ച് ചെയ്യുക. 15 ൽ 5 3 പ്രാവശ്യം, 20 ൽ 4 പ്രാവശ്യം, 4 12 വെട്ടി 3 പ്രാവശ്യം. ഓക്കെ, 3 × 3 എത്രയും 9 കിട്ടും. ഓക്കെ, ഏത് രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇക്വേഷൻ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, മറ്റേ രീതിയിൽ ലോജിക് വെച്ച് എടുക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. 15 ചോദ്യങ്ങൾ. അത്യാവശ്യം എളുപ്പമുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. ഓക്കെ, പഠിച്ച ആൾക്കാർക്ക് അത്യാവശ്യം എളുപ്പമുള്ളായിരുന്നു. അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, 1-2 ചോദ്യം മാത്രമേ ഇത്രയും പാടുള്ളതായിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോ വീഡിയോ ഇഷ്ടമായാലും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. പറയാനുള്ളത് നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ കൊടുത്തേക്കുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കുറവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, താങ്ക് യു.